ഹായ് ഹലോ, ഞങ്ങളുടെ കർക്കിടക ചികിത്സയുടെ മൂന്നാമത്തെ ദിവസത്തെ വിശേഷമാണ്. രാവിലെ എണീച്ച് പ്രഭാത പരിപാടികളെല്ലാം കഴിഞ്ഞ് കുഞ്ഞെണീച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ കിച്ചൺ ഒതുക്കാനുള്ളതൊക്കെ അങ്ങ് ഒതുക്കുവാണ് പതിവ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ വെച്ചായിരുന്നു. കുഞ്ഞിന് വിസിലടിക്കുന്ന സൗണ്ടൊക്കെ ഭയങ്കര പേടി. അപ്പോൾ അവളെ കാണിക്കാൻ കൂടി വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ജസ്റ്റ് അവളെയും കൂടി നിർത്തിക്കൊണ്ട് തന്നെ വിസിലടുപ്പിക്കും. അപ്പോൾ തന്നെ അങ്ങ് സെറ്റാവും. അത് കഴിഞ്ഞിട്ട് കാപ്പിക്ക് നല്ല ഉപ്പുമാവും കട്ടൻ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ പഥ്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഈ കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ തിരുമലില്ലാത്ത ദിവസമാണ്, ഒന്നിടവിട്ട് മാത്രമാണ് തിരുമലുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അലിക്കുട്ടനെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി അവൾ ഉണർന്ന് നടക്കുന്ന സമയത്ത് ചെയ്യാനുള്ളതെല്ലാം ഒതുക്കി കഴിയുമ്പോഴാണ് അവൾ സമാധാനമായിട്ട് ഉറങ്ങുന്നത് കേട്ടോ. കുഞ്ഞ് സൗണ്ട് കേട്ടാൽ എണീക്കുന്ന കാരണം ഇങ്ങനെ അവളുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്താണ് ഞങ്ങളുടെ ബാക്കി പരിപാടികളൊക്കെ. അത് കഴിഞ്ഞിട്ട് ചോറിന് നല്ല ചേന പെരട്ടിയതും മുട്ടത്തോരനും നത്തോലി ഉണക്കമീൻ ഇടിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മീനിനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേനും കറണ്ടില്ല. പിന്നെ അതെടുത്തിട്ട് നേരെ മുട്ട ഒരുക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ ബാലൻസ് ഇരുന്നത് എടുത്ത് സാമ്പാറിന് വെച്ചു കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് പുറത്ത് പോയി, ഇവിടെ വന്നതിന് ശേഷം പുറത്ത് പോയിട്ടില്ല. അങ്ങനെ പുറത്ത് പോയി ഒരു പാക്കറ്റ് പാലും ഒക്കെ മേടിച്ചിട്ട് വന്ന് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കുഞ്ഞ് വാഴയ്ക്കപ്പം ഒക്കെ ഉണ്ടാക്കി. കാരണം കുറച്ച് ദിവസമായി സ്നാക്സൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വാഴയ്ക്കപ്പവും ചായയൊക്കെ ഇട്ട് അങ്ങനെ വൈകുന്നേരം അങ്ങനെ അടിപൊളിയായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് മാതളമൊക്കെ എടുത്തു. പിന്നെ ഞാനും അല്ലിക്കുട്ടനും കൂടി കുറേ നേരം കളിച്ചേട്ടോ. അവളങ്ങനെ ഉണർന്ന് കിടക്കുമ്പോൾ അങ്ങ് കളിച്ച് കടന്നോളും. അങ്ങനെ വൈബാണ് ആള്. അങ്ങനെ പിന്നെ ഉച്ചത്തേക്ക് എടുത്ത സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ ഒരു കുഞ്ഞ് സാമ്പാറും വെച്ചേട്ടോ ഇടയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആപ്പിൾ കഴിച്ചു. പിന്നെ രാത്രി നല്ല ഗോതമ്പ് ദോശയും സാമ്പാറും, ഒന്നും വെജിറ്റബിൾസ് അധികം ഇല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള കഷായമൊക്കെ വെച്ച് കിച്ചണൊക്കെ ഒതുക്കി കഴിഞ്ഞ് നാളത്തേക്ക് ഇച്ചിരി സാമ്പാറും ബാലൻസ് ഇരുന്ന് വെച്ച് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കിച്ചൺ എന്ന് പറയുമ്പോൾ ഞങ്ങൾ നിൽക്കുന്നിടത്തുള്ള സൗകര്യം കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു. ബാക്കി ഇവിടെ ഉണ്ടായിരുന്നു ഇച്ചിരി സാധനങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ പോവാണ്. കുറച്ച് സിനിമയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസം.